ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. വന്ദനം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് സ്വർഗത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ യോഹന്നാൻ 1:50 ക്രിസ്തു പറയുന്നു, യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദേവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ ഈ അടയാളങ്ങൾ കണ്ട് അടയാളങ്ങളും ചെറിയ അത്ഭുതങ്ങളും ഒക്കെ കണ്ട് ക്രിസ്തുവിനെ ആരാധിക്കുന്നവർക്കായി ക്രിസ്തു നൽകുന്ന ഒരു സന്ദേശമാണത്. നിങ്ങൾ ഈ അടയാളങ്ങൾ കണ്ടിട്ടല്ലേ എന്നിൽ വിശ്വസിക്കുന്നത്, പക്ഷേ ഇതിനേക്കാൾ വലിയവ നിങ്ങൾ കാണും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദേവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. അപ്പം അത് കഴിഞ്ഞ് ഇത് ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:55. അപ്പോൾ അത് ക്രിസ്തുവിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന, സ്റ്റെഫാനോസ് എന്ന ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അവസരമാണിത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള യഥാർത്ഥ സമ്മാനം ക്രിസ്തുവുമൊത്ത് സ്വർഗത്തിലുള്ള ജീവിതമാണ്. ഒരു സ്വർഗീയ ജീവിതം, അതാണ് ബൈബിളിക്കലായിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ക്രിസ്തു ഈ 2 വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആദ്യം പറയുന്നു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കാണുന്നു, ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു, എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദേവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. അതുപോലെ സ്റ്റെഫാനോസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറയുന്നു, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അപ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം യഥാർത്ഥമാണെങ്കിൽ, അത് ഈ ലോകത്തിലെ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ഉള്ള സ്നേഹം ആയിരിക്കരുത്. അത് സ്വർഗസ്ഥനായ പിതാവിനോടൊത്ത് സ്വർഗത്തിൽ ഒരു സ്വർഗീയ ജീവിതത്തിനായുള്ള സ്വർഗീയ മഹത്വത്തിൽ കർത്താവിനോടൊത്ത്
ദൈവത്തോടൊത്ത് ഉള്ള മരണാനന്തര മരണാനന്തര ജീവിതത്തിലുള്ള ആ മഹത്തായ സമ്മാനത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആകരുത്. അപ്പോൾ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിസ്തുവിനെ കാണാനുള്ള ഒരു ആഗ്രഹത്താൽ, ക്രിസ്തുവിനോടൊത്ത് വസിക്കുവാനുള്ള, നിത്യതയിൽ വസിക്കുവാനുള്ള ആഗ്രഹത്താൽ ജീവിക്കുന്ന ക്രിസ്തു അനുയായിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു അനുയായി. നമ്മൾ ഈ രണ്ട് വചനങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്നില്ല. ബൈബിളിലെ വചനങ്ങൾ തിരഞ്ഞെടുത്ത് വിശ്വസിക്കുന്ന ആൾക്കാരായി മാറും. ബൈബിൾ അപ്പാടെ, അറ്റ്ലീസ്റ്റ് പുതിയ നിയമം അപ്പാടെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വചനങ്ങളും ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ യോഹന്നാനും സ്വർഗത്തെക്കുറിച്ച്, വിശുദ്ധ യോഹന്നാനും സ്വർഗത്തെക്കുറിച്ചൊരു ദർശനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തു മാമോദിസ സ്വീകരിച്ച ഉടനെ സ്വർഗം തുറക്കുന്നതും പരിശുദ്ധാരൂപി പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും എല്ലാം നമ്മൾ വായിക്കുന്നു. അപ്പോൾ സ്വർഗം എന്നുള്ളത് ഒരു കെട്ടുകഥയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർത്തിരിക്കുന്നു. ആ സ്വർഗീയ ജീവിതത്തിന് വേണ്ടിയായിരിക്കണം ക്രിസ്തുവിനോടൊത്ത് വസിക്കുവാൻ ഉള്ള ആഗ്രഹത്തോടു കൂടിയുള്ള ക്രിസ്തീയ ജീവിതമാണ് ശരിയായ ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. അല്ലാതെ അടയാളങ്ങളും അത്ഭുതങ്ങളും തേടി ആരാധനാലയങ്ങളിൽ നിന്ന് ആരാധനാലയങ്ങളിലേക്കും ഇങ്ങനെ ഒരു ജാതി പ്രകടനങ്ങളും ആഘോഷങ്ങളല്ല, ഒരു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ വെറുതെ ആചാരങ്ങളൊക്കെ ആയി മുന്നോട്ട് പോയാൽ ഈ ലോകത്തിലെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിനെ കൂട്ടുപിടിച്ചാൽ അത് യഥാർത്ഥ വിശ്വാസം അല്ല. നമുക്ക് ക്രിസ്തുവുമായി ഒരു സ്നേഹബന്ധം, ഒരു ആത്മബന്ധം സ്ഥാപിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ആമേൻ.